ഹലോ കൂട്ടുകാരെ, സ്പാർക്ക് ടു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ സൈഡ് ഡിഷായ രസമാണ്. അത് അമ്മമാർ വീടുകളിൽ ഉണ്ടാക്കുന്ന പോലെ എൻ്റെ അമ്മയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അമ്മയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ ഒരുപാട് മടിയാണ്. അമ്മ വാ, ഇന്ന് വാ, എല്ലാവരും കാണട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ. അമ്മ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ചാനലിലൂടെ ഈ റെസിപ്പി നിങ്ങളിലേക്ക് വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ രസക്കൂട്ടിലേക്ക് പോവാം. ആദ്യം ആവശ്യത്തിന് വെള്ളം എടുക്കുക, അതിൽ ആവശ്യത്തിന് പുളി ചേർത്ത് പുളിവെള്ളം റെഡിയാക്കി എടുക്കുക. നമ്മുടെ രസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുളിവെള്ളം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുക്കുക, ആവശ്യത്തിന് ഇഞ്ചി എടുക്കുക, പിന്നെ ആവശ്യത്തിന് കുരുമുളക് എടുക്കുക. ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇടികല്ലിലിട്ട് നന്നായി ചതച്ചെടുക്കുക, ആവശ്യത്തിന് ചതച്ചെടുക്കുക. നമ്മുടെ അമ്മമാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി തീരും വരെ നമ്മൾ അടുക്കളയുടെ പറ്റിയ തന്നെ അമ്മയോട് ചേർന്നിരിക്കുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത്. എപ്പോഴായാലും അമ്മ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കി തീരും വരെ നമ്മൾ ആ സൈഡിൽ വന്ന് നിൽക്കും, നമ്മൾ വീട്ടിലുള്ള ദിവസം. അതുപോലെ തന്നെ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ട് നല്ലതായിട്ട് ഇടിച്ച് മാറ്റി വെച്ചു. അതിനുശേഷം 3-4 ഇഞ്ചി ഇട്ട് നന്നായി ഇടിച്ചെടുത്തു. അതിനുശേഷം കുരുമുളക്, ആവശ്യത്തിന് കുരുമുളക് ഇടിച്ചെടുക്കുന്നു. കുരുമുളക് ശരിക്കും പൊടിഞ്ഞു പോകേണ്ട, ഒരു ഇതായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടത്തക്ക രീതി ചെറുതായിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളിത് രസം ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി, സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ചീനച്ചട്ടി ചൂടാകുന്ന അനുസരിച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുന്നു. അതിലേക്ക് നമ്മൾ കടുകിടുന്നു, കടുകിട്ട് പൊട്ടിക്കുന്നു. കടുക് വറുക്കുന്നതൊക്കെ ഒരു ടേസ്റ്റാണ്. നമ്മൾ എന്ത് കറികളിൽ കടുക് പൊട്ടിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചതച്ചത് നമ്മൾ ചേർത്ത് നന്നായി ഇളക്കുന്നു. നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്റ്റീലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അത് നന്നായി മിക്സ് ചെയ്യുന്നു. നന്നായി മിക്സ് ചെയ്യുകയാണ്. ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകും. അതിലേക്ക് ജീരകപ്പൊടി, ആവശ്യത്തിന് ജീരകപ്പൊടി. നമ്മുടെ അമ്മമാർ ഉപയോഗിക്കുന്ന അറിയാലോ, നമുക്ക് ടേബിൾ സ്പൂണിൻ്റെ കണക്കൊന്നും പറയാൻ പറ്റത്തില്ല, അവരുടെ കൈക്കണക്കാണ്, അവരുടെ എക്സ്പീരിയൻസ് വെച്ച് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് കായപ്പൊടി ചേർക്കുന്നു. ആവശ്യത്തിന് കായപ്പൊടി, ജീരകപ്പൊടി, നമ്മൾ ചേർത്ത ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, വറ്റൽമുളക് പൊടിച്ചത്, അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നു. ഒരു 4-5 തക്കാളി ഉണ്ട്. നമ്മളിവിടെ ചെറിയ തക്കാളിയാണ്, അതുകൊണ്ടാണ് നമ്മളൊരു 4-5 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു 2-3 വലിയ തക്കാളി മതിയാവും. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നു. എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് ഉടഞ്ഞു വരാൻ, തക്കാളി ഒന്ന് വെന്ത് വരാൻ ആവശ്യമായി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഒന്ന് വെന്ത് ഉടഞ്ഞു വരാനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊരു മൂടി വെച്ച് അടച്ച് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് ആവി കയറി നന്നായി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു മൂടി വെച്ച് അടയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ തവി വെച്ച് തന്നെ, സ്പൂണ് വെച്ച് തന്നെ തക്കാളി നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുന്നു. ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇതിൽ പ്രധാനപ്പെട്ട മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നു. ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്, പുളിവെള്ളം. നമ്മൾ ആദ്യം ചെയ്തു വെച്ചിരുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഏകദേശം നമ്മുടെ രസം ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. അവസാന ഘട്ടമെന്ന നിലയിൽ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുമ്പോൾ നമ്മുടെ രസം റെഡിയായിരിക്കുന്നു. ഇതാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന നമ്മുടെ അമ്മമാരുടെ രസക്കൂട്ട് എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.